സൈഫുദ്ദീൻ കുഞ്ഞ്, ഇനി ഈ യുദ്ധത്തിലെ അമേരിക്കയുടെ പങ്കിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ അടുത്ത സമയത്ത് ഒരു 2003 അമേരിക്ക ഇറാഖിൽ നടത്തിയ അധിനിവേശത്തെക്കുറിച്ച് പഠിച്ച ഒരു കൗൺസിൽ അഭിപ്രായപ്പെട്ടത് അമേരിക്കയുടെ വിദേശകാര്യ നയത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മോശം തീരുമാനമായിരുന്നു ഇറാഖ് ആക്രമിക്കുക എന്നത്. അതിനുള്ള കാരണങ്ങളായി കണ്ടെത്തിയത് ഒന്ന്, ആ സമയത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെ, അന്ന് നൽകിയിരുന്ന പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് മുന്നറിയിപ്പുകളെ അവഗണിച്ചു. ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വിദഗ്ധരായിരുന്ന അതിലെ പ്രൊഫഷണൽ സംഘമുണ്ടായിരുന്നു, അവരെ കേട്ടില്ല. മാത്രമല്ല, ശരിയായി എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചൊരു പദ്ധതിയില്ലാതെ അതിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടു. മാത്രമല്ല, ഔദ്യോഗികമായി ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടുന്ന സംഘങ്ങൾക്കപ്പുറം ഏതാനും ചിലരുടെ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു എന്നാണ് ഇറാഖ് അധിനിവേശത്തെക്കുറിച്ച് പിന്നീട് അമേരിക്കയിലെ ഒരു പഠന സംഘം വിലയിരുത്തിയത്. അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ ഇറാൻ്റെ കാര്യത്തിലും കാര്യങ്ങൾ മാറുകയാണോ? അതിൽ അവർ കുറ്റപ്പെടുത്തുന്നത് ആദ്യം തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയാണ്. എന്തിനു വേണ്ടിയായിരുന്നു ഈ യുദ്ധം ഇസ്രായേലുമായി ചേർന്ന് നടത്താൻ അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടതെന്നതിന് യുക്തിസഹമായ ഒരു കാരണം പറയാനോ അതിൽ ഉറച്ചു നിൽക്കാനോ ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണയോ തീരുമാനമോ പദ്ധതിയോ ഇതൊന്നുമില്ലാതെ ഇറങ്ങി പുറപ്പെട്ട ഒരു യുദ്ധം എന്നാണ്. അതിൻ്റെ അനന്തരഫലം അങ്ങനെയാണെങ്കിൽ ഭയപ്പെടുത്തുന്നതാകില്ലേ ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞ്? തീർച്ചയായും ഭയപ്പെടുത്തുന്നതാണ്. ഇവിടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ഇറാഖിനെ ഏതൊക്കെ രീതിയിൽ ചില അനുമാനങ്ങളിലൂടെ അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചോ അതുപോലെ തന്നെ 1979 ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന ആധുനിക രാഷ്ട്രം രൂപപ്പെട്ടതിന് ശേഷം ഇതേപോലെ ചില അനുമാനങ്ങളും അമേരിക്കൻ ഫോറിൻ പോളിസി പണ്ഡിറ്റുകൾ മുന്നോട്ട് വച്ചിരുന്നു. അതിൽ പ്രധാനമായി ഒന്നത്, മതത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതകീയ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു ഭരണത്തിന് നിലനിൽപ്പില്ല എന്നായിരുന്നു. ആലോചിച്ച് നോക്കുക, 1979 സ്ഥാപിക്കപ്പെട്ട ഇറാൻ, അതിന് തൊട്ടടുത്ത വർഷം 81 മുതൽ 88 വരെ നീണ്ടുനിന്ന ഇറാഖ് വാർ, അത് നമുക്കറിയാം അമേരിക്കയുടെ തന്നെ സഹായത്തോടുകൂടി അമേരിക്കയുടെ സമ്പത്തും അമേരിക്കയുടെ ആയുധവും അമേരിക്കയുടെ ലോജിസ്റ്റിക്സും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇറാനെതിരെ സദ്ദാം ഹുസൈൻ നടത്തിയ യുദ്ധമായിരുന്നു അത്. എന്നിട്ടും പലവിധ കാഷ്വാലിറ്റീസും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് പോലും ഇറാൻ തകർന്നില്ല. അന്നു മുതൽ ഇന്ന് വരെ 2026 വരെ നീണ്ടു നിൽക്കുന്ന സാമ്പത്തികമായ പലതരത്തിലുള്ള സാങ്ഷൻസും ബ്ലോക്കേഡ്സും ഇറാൻ അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടും ഇതുവരെ തകർന്നില്ല. കാരണം അവരുടെ ആദ്യം മുന്നോട്ട് വെച്ച ഒരു കൺസെപ്റ്റ് അതായിരുന്നു, മതപരമായ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു സ്റ്റേറ്റിന് നിലനിൽപ്പില്ല എന്നുള്ളതായിരുന്നു. അതിൻ്റെ പേരിൽ അതിൽ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന പുതിയ ചിന്തകൾ പോലും അവർ മുന്നോട്ട് വെച്ചു. സാമുവൽ പി ഹണ്ടിങ്ടൻ്റെ ഒരു ബുക്കിൻ്റെ പേര് തന്നെ അതാണ്. അതായത് ലോകത്തെ പലതരത്തിലുള്ള നാഗരികർ തമ്മിലുള്ള ഒരു സംഘടനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനി ബാക്കിയുള്ളത് അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് അമേരിക്കയുടെ അപ്രമാദിത്വത്തിലുള്ള വെസ്റ്റേൺ നാഗരികതയും ഇസ്ലാമിക നാഗരികതയും തമ്മിലുള്ളതാണ്. അതിൽ അമേരിക്കൻ നാഗരികത വിജയിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന തിയറിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതും ഇതേ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു. കാരണം 1991-92 കാലത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം അവർ പ്രധാനമായ ഒരു ശത്രുവായി കണ്ടത് ഗ്രീൻ എനിമിയാണ്, പച്ച എനിമി, അതായത് മുസ്ലിം ലോകത്തെയാണ്. അതിൻ്റെ പ്രധാന ശക്തിയായി അവർ കണ്ടത് ആ ഇടയ്ക്ക് രൂപപ്പെട്ട ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ അമേരിക്കൻ ഫോറിൻ പോളിസി എക്സ്പെർട്ടുകളുടെ തീരുമാനങ്ങൾ ഇന്നും തുടങ്ങിയതല്ല. ഇത് പണ്ട് മുതലേ തന്നെ ഈ തരത്തിലൊരു കാഴ്ചപ്പാടുകൾ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു വിഷയം, അത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഡെമോക്രാറ്റ്സുകളാവട്ടെ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസ് ആവട്ടെ, അവർക്കിടയിൽ വർക്ക് ചെയ്യുന്ന ഒരു തിയോളജിക്കൽ അണ്ടർലിങ്കുകളും കൂടിയിട്ടുണ്ട്. അതായത് ഈ ക്രിസ്ത്യൻ ഇവാഞ്ചലിസം അല്ലെങ്കിൽ ക്രിസ്ത്യൻ സയനിസം എന്ന് പറയുന്ന ഈ സയനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ, നേരത്തെ മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഒരു സാന്നിധ്യം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തരത്തിലുള്ള പല പശ്ചാത്തലത്തിലും കൂടിയിട്ടാണ് ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ശക്തിയെ തകർത്ത് കളയുക എന്ന് പറയുന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. നമുക്കറിയാം ഇതിൻ്റെ പിന്നിൽ ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ പ്രധാന കൈകളുണ്ട്. 80കളിൽ തന്നെ തുടങ്ങി ഈ ഇറാനെതിരെ അടുത്ത ആഴ്ച ഇറാൻ ആയുധം നിർമ്മിക്കും, ആറ്റം ബോംബ് നിർമ്മിക്കും,
അടുത്ത ആഴ്ച എന്ന രീതിയിൽ തന്നെ 80കൾ മുന്നിൽ തുടങ്ങിയ അയാളുടെ പ്രഭാഷണങ്ങളാണ് അവസാനം ഡൊണാൾഡ് ട്രംപിലേക്ക് എത്തുകയും ഡൊണാൾഡ് ട്രംപ് ഇതുവരെ ഒരു അമേരിക്കൻ പ്രസിഡന്റും അംഗീകരിക്കാത്ത തീരുമാനത്തെ ഡൊണാൾഡ് ട്രംപ് ഏറ്റെടുക്കുകയും ചെയ്തത്. ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരു പ്രത്യയശാസ്ത്ര മത്സരങ്ങളോ നാഗരികരുടെ മത്സരങ്ങളെക്കാളും അപ്പുറം കച്ചവടമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗസ പിടിച്ചെടുക്കുന്നതിലും അവിടെ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കുന്നതിലും ഈ ഫലസ്തീൻ്റെ പ്രധാന ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നതിനും അതുപോലെ തന്നെ ലെബനാനിലെ സദേൺ ലെബനാൻ പിടിച്ചെടുക്കുന്നതുമെല്ലാം ഡൊണാൾഡ് ട്രംപിൻ്റെയും മരുമകൻ ജേർഡ് കുഷ്ണറിൻ്റെയും ഉള്ള റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളും കൂടി പിന്നിലുണ്ട്. നമുക്കറിയാം ഗസ പിടിച്ചെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഗസയുടെ കടൽ തീരങ്ങളിൽ ഉണ്ടായിരുന്ന എണ്ണ സമ്പത്തും കൂടിയിട്ടാണ്. ഈ തരത്തിലുള്ള ഒരു സാമ്പത്തിക കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു യുദ്ധമായതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘർഷമായതുകൊണ്ട് ഒരിക്കലും ഇതിനൊരു സമാധാനം ഉണ്ടാവാൻ പോവുകയില്ല. മറ്റൊന്ന്, ഈ ഇസ്രായേലിൻ്റെ എക്സ്പാൻഷൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉള്ള ഒരു കാലത്തോളം ഈ പറയുന്ന ഭൂമിയിൽ സമാധാനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം ഇപ്പോൾ അവസാനം ഈ അടുത്ത് തന്നെ പ്രധാനപ്പെട്ട മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന നെഫ്താലി ബെന്നറ്റ് പോലും പറഞ്ഞത് ന്യൂ ഇറാൻ എന്ന് പറയുന്നത് തുർക്കിയാണെന്നുള്ളതാണ്. അതായത് തുർക്കിയെ പുതിയ ഇറാനായി ചിത്രീകരിച്ചുകൊണ്ട് തുർക്കിക്കെതിരെ പുതിയ ഒരു യുദ്ധമുഖം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലി പത്രങ്ങളിലൂടെയും ക്രിസ്ത്യൻ സയോണിസ്റ്റ് പത്രമീഡിയകളിലൂടെയും അവരുടെ സോഫ്റ്റ്വെയർ ഡിപ്ലോമസികളിലൂടെയും വലുതാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് അവിടെ സമാധാനം ഉണ്ടാവുക? അബ്രഹാം അക്കോർഡ്സ് എന്ന പേരിൽ ഒരു നിയമമുണ്ടാക്കി ഫലസ്തീനികളുടെ യാതൊരു സാന്നിധ്യവുമില്ലാതെ UAEയും ബഹ്റൈനുമായി ഒപ്പുണ്ടാക്കിയിട്ട് തൊട്ടടുത്ത ആഴ്ച തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും അത് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നായിരുന്നു. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനിലൊന്ന് വെസ്റ്റ് ബാങ്കിൻ്റെയും ഭാഗത്തുള്ള അനക്സേഷൻ നിർത്തുമെന്നായിരുന്നു. അതിൻ്റെ പേരിലാണ് ഒപ്പിട്ടത് പോലും. എന്നാൽ തൊട്ടടുത്ത ആഴ്ച തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് അങ്ങനൊരു തീരുമാനം ഞങ്ങൾക്കില്ല എന്നാണ്. ഇപ്പോഴും ഗസ നല്ലൊരു ശതമാനം 50% ഇസ്രായേലിൻ്റെ കയ്യിലാണ്. വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായും അവരുടെ കയ്യിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഏകദേശം 2000 കിലോമീറ്ററോളം തന്നെ സദേൺ ലെബനാൻ്റെ ഒരു ഭാഗം അവരുടെ കയ്യിലാണ്. സിറിയയിലെ കുറച്ച് ഗ്രാമങ്ങൾ അവരുടെ കയ്യിലാണ്. ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന തരത്തിൽ ഇസ്രായേലിൻ്റെ ഈ അറ്റാക്കിംഗ് ശ്രമങ്ങൾ, ജനസൈഡ്, മസാക്കർ നടക്കുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് സമാധാനം സാധ്യമാവുക? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.